ജനതാദൾ മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന പ്രൊഫസർ എൻ.എം. ജോസഫിന്റെ രണ്ടാം ജന്മവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ടോംസ് ചേംബേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം എം.ജി. സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. പഠിച്ചിരുന്ന കോളേജിൽ പ്രൊഫസർ സാറിന്റെ ഏറ്റവും വാത്സല്യമുള്ള മാനസപുത്രനായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർത്തു. നന്നായി പഠിച്ചു മാത്രം ക്ലാസ് എടുക്കാൻ പോയിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ അത് ധൈര്യമായി സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സത്യവും യാഥാർത്ഥ്യവും. ഞങ്ങളുടെ അടുപ്പം പകൽ മുഴുവൻ ഒന്നിച്ച് അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അന്ന് എൻ.എൻ. ജോസഫും പ്രൊഫസർ വി.ജെ. ജോസഫും പിന്നീട് ബോട്ടണിയുടെ പ്രൊഫസറായി തീർന്ന പ്രൊഫസർ മാണി MC മാണി, അവർ മൂന്നുപേരും B.Ed കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. മൂന്നുപേരും അധ്യാപകരായി. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ അവിടെ സമ്മേളിക്കുകയും അവിടെ നിന്ന് ടൗണിലൂടെ ഒരു നടപ്പും തിരികെ വരുമ്പോൾ മിൽക്കുബാരൻ കയറി ഒരു ചായയും, അതിനൊക്കെയുള്ള ശമ്പളമേ കിട്ടുമായിരുന്നുള്ള അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് മറ്റൊന്നും കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾ അതിൽ സന്തുഷ്ടരായി നടപ്പ് അവസാനിപ്പിച്ച് തിരിച്ചും നടന്ന് പോയിരുന്ന ഒരു കാലം. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് M.D. കുര്യൻ അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കളായ പ്രൊഫസർ ലോപ്പസ് മാത്യു, തോമസ് കല്ലാടൻ, ബാബു കെ ജോർജ്, P.M. ജോസഫ്, ബെന്നി മൈലാടൂർ, C.V. തോട്ടുപുറം, K.S. രമേശ് ബാബു, ജോർജ് പുളിങ്കാട്, പീറ്റർ പന്തലാനി, ഡോക്ടർ തോമസ് സി കാപ്പൻ, രാജീവ് നെല്ലിക്കുന്നേൽ, അഡ്വക്കേറ്റ് V.L. സബാഷൻ എന്നിവർ പ്രസംഗിച്ചു. അരുണാപുരം സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിലെ കബറിടത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി.